എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എന്റെ പാത വിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമടിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എന്റെ പാത വിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണം. സ്വാഗത പ്രസംഗത്തിനായി ശ്രീ സന്തോഷ് എബ്രഹാം പുള്ളിപ്പടവിലെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സെക്രട്ടറി, പ്രസിഡന്റ്, നമ്മുടെ നെറുക്കെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനെത്തിയതായ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട അഭിലാഷ് സാർ, ക്ലബിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, അഡ്മിൻ പാനൽ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നു എങ്കിൽ പോലും ഈ കൊറോണ സമയത്ത് കുറേ യുവാക്കൾ വളരെ ശക്തമായ രീതിയിൽ ഒന്നിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇത്രയും മനോഹരമായ ഒരു ക്ലബ്ബ് ഇവിടെ നമുക്ക് ഇന്ന് കാണുവാനിടയായി. ഈ ക്ലബിൻ്റെ പല പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ ഓരോ ജനങ്ങളും ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ സമയത്തും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും വെള്ളപ്പൊക്ക സമയത്തുമൊക്കെ നല്ലതായ ഒത്തിരി കാഴ്ചകൾ നമ്മുടെ യുവാക്കൾ ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ TV സമ്മാനം കൊടുത്തതും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തതും ഈ ദിവസങ്ങളിലെ നമ്മുടെ നേട്ടങ്ങളായിട്ട് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ നെറുക്കെടുപ്പ് സംഭവം ഏറ്റവും കൂടുതൽ വിജയപ്രദമാക്കുവാനും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ അഭിലാഷ് സാർ, SI പുളിക്കീഴ്, അദ്ദേഹത്തെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലബിൻ്റെ എല്ലാമായ പ്രസിഡന്റ് ശ്രീ തോമസ് നാലുപുറയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ നിമിഷവും നമ്മോടൊപ്പം എന്നും നിലകൊള്ളുന്ന ആ തോമസ് ചാനെയും ഈ ക്ലബിൻ്റെ എല്ലാ യോഗങ്ങളിലേക്കും എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലബിൻ്റെ സെക്രട്ടറി സനൽ, കൂടുതൽ വിശേഷങ്ങളൊന്നും വേണ്ട, സനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സനലിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗത്തിനായി റോബിൻ മടയിൽ. റോബിൻ നമ്മുടെ യുവാക്കളുടെ പ്രതിനിധിയാണ്. അനേകം കാര്യങ്ങൾക്ക് നമുക്ക് മാതൃക തന്നാണ് റോബിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലബിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും, അഡ്മിൻ പാനലിനെയും, കമ്മിറ്റി മെമ്പേഴ്സിനെയും, അതുപോലുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഒറ്റ വാക്കിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവരും ഇത്രത്തോളം നമ്മളെ സഹായിച്ച് ഈ ക്ലബ് ഇത്രയും മനോഹരമാക്കുവാൻ നമുക്ക് തന്ന അവസരത്തിനെ ഓർത്ത് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ നമ്മുടെ ക്ലബ്ബ് നാട്ടിൽ കാഴ്ചവെക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ സപ്പോർട്ടും നൽകണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും, എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു. സനൽകുമാർ, അതുപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ലക്കിടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്നതായ നമ്മുടെ പുളിക്കീഴ് SI അഭിലാഷ് സാർ, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്നതായ മഡോണ ക്ലബിൻ്റെ ഭാരവാഹികൾ, അതുപോലെ YFCA ക്ലബിൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മളുടെ അഡ്മിന്മാർ, നമ്മളുടെ മെമ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലബ്ബ്, അതായത് നമ്മളുടെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു യൂത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വീണ്ടും പുനർനിർമ്മിക്കുന്നതിനായിട്ട് എല്ലാവരും കൂടി ഇതിനെ ഒരു തീരുമാനം ഉണ്ടാക്കി. അതിനെ അനുസരിച്ച് എല്ലാവരുടെയും വിദേശത്തു നിന്നുള്ള നമ്മുടെ ക്ലബ് മെമ്പർമാരും അതുപോലെ തന്നെ നാട്ടിലുള്ളതായ നമ്മുടെ എല്ലാ ആൾക്കാരും എല്ലാവരും കൂടി എല്ലാവരുടെയും സഹായത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഇതിൽ കൂടിയാണ് നമ്മൾക്ക് ഇത്രയും ഈ ക്ലബ്ബ് പടുത്തുയർത്താൻ സാധിച്ചത്. അതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അതായത് ആദ്യകാലങ്ങളിൽ ലോക്ക്ഡൗൺ സമയത്ത് എത്രയും പെട്ടെന്ന് അന്നത്തെ ഒരു സഹകരണത്തിൽ ഇത് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് കുറച്ച്
പെൻഡിങ് വന്നു. ഇടയ്ക്ക് നമ്മളുടെ പണികൾ കുറച്ച് നീണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരുടെയും സഹകരണത്തിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ഇത്രയും ലക്കിടിപ്പിൻ്റെ ഇതിൽ കൂടി ഇത്രയും നമുക്കിത് അടുത്തുയർത്താൻ സാധിച്ചു. അതിന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ക്ലബിലെ അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ദയവ് ചെയ്ത് സ്റ്റേജിനടുത്തോട്ട് നിർത്തേണ്ടതാണ്. ഈ നറുക്കെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പുള്ളിക്ക് അഭിലാഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പം 6:30 അമ്മമാർക്ക് 6:30 വണ്ടി കിട്ടത്തും. 6:10 വണ്ടി കിട്ടുന്നത് 6 കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുന്നത്. കഴിഞ്ഞില്ലേ ഉടൻ തന്നെ ഉണ്ട്. രണ്ടു വാക്ക് സംസാരിക്കാനായി പുള്ളിക്കീഴ് ശ്രീ അഭിലാഷ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയരായ നാട്ടുകാരെ, മറ്റ് ക്ലബിൻ്റെ ഭാരവാഹികളെ, ഒരു സുദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം ന്യൂ ഇയറിൻ്റെ ഒരുപാട് തിരക്കുകളുണ്ട്. എന്നിരുന്നാലും ആദ്യമായിട്ട് എന്നെ വിളിച്ചതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഈ ഗ്രാമാന്തരീക്ഷത്തിൽ ഇത്രയും നല്ലൊരു കെട്ടിടം പടുത്തുയർത്തി, ഒരു ക്ലബ്ബ് 2 നില കെട്ടിടം പടുത്തുയർത്തി, അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന് പോകും. അതിനെ ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വലിയ ഒരു നഗരവും ഒന്നും അല്ല ഇത്, ഒരു കുഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഇത്രയും നല്ലൊരു പ്രവർത്തനം, ഒരു ഗ്രാമത്തില് വായനശാല, ക്ലബ്ബ് ഇതെല്ലാം വരുമ്പോൾ യുവത്വത്തിന്റെ കാഴ്ചപ്പാട് മാറി വരും. ആ കാഴ്ചപ്പാട് മാറുന്നതിൽ ആ ക്ലബിന് ഉണ്ടാകുന്ന പങ്ക് വളരെ വലുതാണ്. ആ ഒരു അർത്ഥത്തിൽ ഈ ക്ലബ്ബ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും ഇവിടെ ഞാൻ ഇതിന്റെ ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരുപാട് ചാറ്റുകൾ, നമ്മുടെ ലോകം ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയിലൂടെയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതിനു മുമ്പേ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. ഒരുപാട് നാൾ പഴക്കമുള്ള ക്ലബ്ബാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി ഇത് തുടർന്ന് കൊണ്ടുപോകാനും ഇതിന്റെ ഭാരവാഹികൾക്കും ഇതിന്റെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു ക്ലബ്ബാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എല്ലാ മെമ്പർമാർക്കും എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം ഇതിന്റെ എല്ലാ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നും ഇനിയും നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സാറ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ലാസ്റ്റ് പ്രൈസ് ആണ് സാർ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അഭിലാഷ് സാറ് ഇപ്പോൾ നോട്ട് ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് പ്രൈസ് ആണ്. 15th പ്രൈസ് 10 ബുക്ക് ആൻഡ് പെൻ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലിബി ലീന വടക്കേമുണ്ടോത്തൻ, അനീഷ് ബോഡിശ്ശേരിലാണ്. 15th പ്രൈസ് 10 ബുക്ക് ആൻഡ് പെൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലിബി ആൻഡ് ലീന വടക്കേമുണ്ടോത്തൻ. ആ 15th പ്രൈസിന് അർഹനായിരിക്കുന്നത് അനീഷ് ബോഡിശ്ശേരി.
പ്രൈസിന് അർഹനായിരിക്കുന്ന ആരാണ് നമുക്ക് നോക്കാം. പ്രൈസിന് അർഹനായിരിക്കുന്നത് കെവിൻ. കെവിൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവേദി ക്ലബിലേക്ക് കടന്നു വരിക. മൊബൈൽ നമ്പർ 9895713138 ആണ്. കെവിൻ. ഓക്കെ, അപ്പൊ സാറിന്റെ തിരക്ക് കാരണം സാറ് പോവുകയാണ്. അപ്പൊ നമ്മുടെ ഈ ചടങ്ങിലേക്ക് വന്ന് നമ്മള് എല്ലാവിധ ആശംസകളും നമ്മുടെ ക്ലബിന് നൽകിയ ബഹുമാന്യരായ SI സാറ്, അഭിലാഷ് സാറിന്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ SI സാറിനുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും നേതാജി ക്ലബിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ നാമത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവരും ദൈവീത എല്ലാവരിലേക്കും എത്തിക്കേണ്ടതാണെന്ന് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ 13th പ്രൈസ് ഗ്ലാസ് സെറ്റ് അതിനർഹനായിരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. ദൈവീത ഈ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടിയെ ഇങ്ങോട്ട് കടത്തി വിട്ടാൽ വളരെ സന്തോഷം. പ്രൈസ് ഗ്ലാസ് സെറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സനൽ കുമാർ ഈ തങ്കപ്പൻ വില്യാരി. 13th പ്രൈസിന് അർഹനായിരിക്കുന്ന ആരാണെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കറിയാം. പ്രൈസ് ഗ്ലാസ് സെറ്റിന് അർഹനായിരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. മത്തായി ചാക്കോ ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് എഴുതിയേക്കുന്നത് ക്ലിയർ അല്ല. 9497825246. ഇയാൾ ഈ ക്ലബിന്റെ പരിസരത്തുണ്ടെങ്കിൽ ദയവായി ഇവിടെ എത്തേണ്ടതാണ്. കൊച്ചു പിള്ളേരെ ദയവ് ചെയ്ത് കടത്തി വിടുക. പ്രൈസിന് അർഹനായിരിക്കുന്നത് ഷിബി. ഷിബി ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി ക്ലബിലേക്ക് എത്തുക. 9847343042. ഷിബി. നേതാജി ക്ലബിലെ അംഗങ്ങൾ ദയവായി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫുഡുകൾ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, 11th പ്രൈസ് സ്പോൺസർ ചെയ്തത് സാബു മോഡൽ. 11th പ്രൈസിന് അർഹനായിരിക്കുന്ന ആരാണെന്ന് നമുക്കിപ്പോ അറിയാം. 11th പ്രൈസിന് അർഹനായിരിക്കുന്നത് ജോബിൻ വടക്കേമുണ്ടകത്തിൽ. 11th പ്രൈസിന് അർഹനായിരിക്കുന്നത് ജോബിൻ വടക്കേമുണ്ടകത്തിൽ. 11th പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാബു മടയിൽ. എല്ലാവരും ഒന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണേ. 11th പ്രൈസ് അർഹനായിരിക്കുന്നത് ജോബിൻ. പ്രൈസ് വയർലെസ് പവർ ബാങ്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സനോഷ് പുള്ളിപ്പടവിൽ. ഇതെടുക്കാനായി ഏതൊരു കൊച്ചുകുട്ടിയെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു കൊച്ചുകുട്ടിയെ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഓടിവാ എല്ലാവരും. 10th പ്രൈസ് വയർലെസ് പവർ ബാങ്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സനോഷ് പുള്ളിപ്പടവിൽ.
10th പ്രൈസ് വയർലെസ് പവർ ബാങ്കിന് അർഹനായിരിക്കുന്നത് ജോണി മണപ്പുറത്ത്. ജോണി മണപ്പുറത്ത് ക്ലബിന്റെ മത്സരത്തിൽ ദയവായി ക്ലബിൽ എത്തിച്ചേരുക. ജോണി മണപ്പുറത്ത് ഏറ്റവും ചെറിയ മകനെ ക്ലബിലേക്ക് ക്ഷണിച്ചുകൊള്ളത്. നൈൻത് പ്രൈസ് അയൺ ബോക്സ് അർഹനായിരിക്കുന്ന ആരാണെന്ന് ഏതാനും നിമിഷങ്ങൾക്ക് അറിയാം. ദയവേത് എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. നൈൻത് പ്രൈസ് അയൺ ബോക്സ് ഋത്വിക് മഹേഷ് കാട്ടൂർ സ്പോൺസർ ചെയ്യുന്നത്. അതിന് അർഹനായിരിക്കുന്നത് ഗീവർഗീസ് തോമസ് വടക്കേ മുട്ടകത്തിൽ. ഗീവർഗീസ് തോമസ് വടക്കേ മുട്ടകത്തിൽ. നൈൻത് പ്രൈസിന് അർഹനായിരിക്കുന്നത് ഗീവർഗീസ് തോമസ് വടക്കേ മുട്ടകത്തിൽ. 8606140068. ഗീവർഗീസ് തോമസ് നൈൻത് പ്രൈസിന് അർഹനായിരിക്കുന്നത്. നൈൻത് പ്രൈസിന് അർഹനായിരിക്കുന്നത് ഗീവർഗീസ് തോമസ്. സമാനമായ സ്പോൺസർ ചെയ്യുന്ന ഹൃതിക് മഹേഷ് കാട്ടൂറപ്പിൽ. അടുത്തത് 8th പ്രൈസ് സീലിംഗ് ഫാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വികാസ് തെക്കേ വില്ലേരി. 8th പ്രൈസ് സീലിംഗ് ഫാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വികാസ് തെക്കേ വില്ലേരി. ഏതെങ്കിലും ഒരു കുട്ടി കൂടി നമ്മുടെ ക്ലബിലേക്ക് എത്തിയാൽ 8ാമത്തെ പ്രൈസിന് നമുക്ക് അറിയാം. ദേവിയിൽ ആരെങ്കിലും മുന്നോട്ട് പറഞ്ഞ ഈ ലോട്ടം എടുക്കാൻ ആരും പറഞ്ഞു. അമ്മമാരാണേലും ചേച്ചിമാരാണേലും ആരാണേലും ദേവിയിൽ കടന്നു വരിക. ഇതിനകത്ത് ഒരു ലോട്ട് സെലക്ട് ചെയ്ത് ഓടി വേണം. അത്രേ ഉള്ളൂ. അപ്പൊ 8th പ്രൈസ് സെമി ഫൈനൽ സ്പോട്ട് അർഹനായിരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. 8th പ്രൈസിന് അർഹനായിരിക്കുന്നത് എവർഫൈറ്റ് ടെക്നിക്കൽസ് ദുബായ്. എവർഫൈറ്റ് ടെക്നിക്സ് ദുബായ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവേന്ദ്ര ക്ലബിൽ വന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. 8th പ്രൈസ് സീലിംഗ് ഫാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 7th പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അലോണ സിബി ആൻഡ് അനീറ്റ സിബി മോളിശ്ശേരി റൈസ് കുക്കറാണ്. ഇതെടുക്കാനായി ഒരു കുട്ടിയെ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ആരെങ്കിലും കുട്ടിയെ സെവൻത് പ്രൈസ് റൈസ് കുക്കർ അർഹനായിരിക്കുന്ന നമുക്കറിയാം. ഓടുക. 7th പ്രൈസ് റൈസ് കുക്കർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അലോണ സിബി ആൻഡ് അനീറ്റ സിബി മോളിശ്ശേരി. 7th പ്രൈസിന് അർഹനായിരിക്കുന്നത് ആരാണെന്ന് നമുക്കിപ്പോ അറിയാം. 7th പ്രൈസിന് അർഹനായിരിക്കുന്നത് ഷിബു. ഷിബു 9656681063. ഷിബു 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 9656681063. മൊബൈൽ നമ്പർ അതാണോ? ഒരു മിനിറ്റ്, ആളിഞ്ഞ് വരാൻ പറ. ആരാണോ ഫോൺ കൊണ്ട് വരാൻ പറ. ആ പ്രൈസ് അർഹനായിരിക്കുന്ന ആള് ഫോണുമായിട്ട് ക്ലബിലേക്ക് എത്തേണ്ടതാണ്. നമുക്ക് ആളെ വീട്ടുപേരെന്താ? ഷിബുവിന്റെ വീട്ടുപേരെന്തോ എഴുതിയിരിക്കുന്നത്? അത് പറഞ്ഞാൽ മതി, സാരമില്ല, മോൻ പറഞ്ഞാൽ മതി. 9656 ആണ് നമ്പർ. ഇതാണോ 9656? അല്ല, 9656681063. ഷിബു അത് മാറ്റി. ഷിബു ഷിബു സമീപിക്കാൻ പറ. ഈ ഷിബു ക്ലബുമായിട്ട് സമീപിച്ചാൽ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. 7th പ്രൈസ് റൈസ് കുക്കർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അലോണ സിബി ആൻഡ് അനീറ്റ സിബി. ആരെങ്കിലും ഒരാൾ ഓടി വന്ന് ലോട്ടം എടുത്താൽ പെട്ടെന്ന് പരിപാടി തീർക്കാം. ഓടിവാ, ആരെങ്കിലും ഒരാൾ ഓടിവാ. ഈ ലോട്ടം കഴിഞ്ഞാൽ ഓടിവാ. 6th പ്രൈസ് കുക്കർ സ്പോൺസർ ചെയ്ത രാജു മുളകുന്നിൽ. ഷൈലറ്റ് വില്യാരിലാണ് ഈ പ്രൈസിന് അർഹനായിരിക്കുന്നത്. ഷൈലറ്റ് വില്യാരിൽ 6th പ്രൈസ് കുക്കറിന് അർഹനായിരിക്കുന്നത് ഷൈലറ്റ് വില്യാരിൽ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എത്തിച്ചേർന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. അടുത്തത് 5th പ്രൈസ് ആർക്കാണ് പറയാം. 5th പ്രൈസ് ഗ്യാസ് സ്റ്റവ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടെസി ആലിച്ചൻ പോണ്ടിശ്ശേരി. 5th പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടെസി ആലിച്ചൻ പോണ്ടിശ്ശേരി. ആ പ്രൈസിന് അർഹനായിരിക്കുന്നത് കൊച്ചുമോൻ കളപ്പള്ളി. 0469261048. കൊച്ചുമോൻ കളപ്പള്ളി.
അത് കറക്റ്റ് എഴുതി വെക്കണം. അടുത്തത് ഫോർത്ത് പ്രൈസ് പെഡസ്റ്റൽ ഫണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സജി മോണിശ്ശേരിലാൻഡ് ജോ പടക്കോട് കൊച്ചുമോൻ കോടാലിപ്പറമ്പിലെ സമ്മാനം ഗ്യാസ് സ്റ്റൗ കൊച്ചുമോൻ കളപ്പുരയിലാണ്. അടുത്ത ഫോർത്ത് പ്രൈസ് പെഡസ്റ്റൽ ഫണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സജി മോണിശ്ശേരിലാൻഡ് ജോ പടക്കോടാണ്. ഈ ഫോർത്ത് പ്രൈസിന് ആരാണ് അർഹനായിരിക്കുന്നത് അറിയാൻ വേണ്ടി ആരും ഒരാൾ ഓടുക. അമ്മമാരെ ചുറ്റും ആരെങ്കിലും വന്നാലും വന്ന് സഹകരിക്കുക. ഇത് നമ്മുടെ ഓക്കെ. ഫോർത്ത് പ്രൈസ് ആരും നമുക്കറിയാം. ഫോർത്ത് പ്രൈസിന് സ്പോൺസർ സരിസമ്മ ഷാറാമ പുള്ളിപ്പറമ്പ് 9061726070. ഇങ്ങനെ സൂസം എഴുതുന്നത് അവൻ എഴുതിയതാ.
പിന്നെ ന്യൂ ഇയർ ബ്ലാസ്റ്റ് 2020 നറുക്കെടുപ്പ് നടത്തിയതിന്റെ ഒന്നാം സമ്മാനത്തിന് ആരാണ് അർഹനായിരിക്കുന്നത് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അറിയാം. അതിനായിട്ട് നമ്മുടെ ക്ലബ്ബ് അംഗങ്ങൾ ഈ ബക്കറ്റ് മുഴുവനുള്ള സാധനങ്ങൾ നമ്മുടെ റോഡിന്റെ സൈഡിലേക്ക് ഫുള്ളായിട്ട് കവറുകയാണ്. ദയവേത് കമ്മിറ്റികളൊന്നും നടത്തിയിരിക്കണം. ഫുള്ളായിട്ട് അത് കവറുകയാണ്. കാരണം ഷബിൾ ചെയ്ത് കിട്ടാതിരിക്കുമല്ല മറ്റു രീതിയിൽ ആർക്കും ഇത് ബുദ്ധിമുട്ടാകണ്ട. അതുകൊണ്ട് മുഴുവൻ കൂപ്പണുകളും റോഡിലേക്ക് കവറുകയാണ്. കൊച്ചിനെ കൊണ്ട് എടുപ്പിക്കുന്നില്ല, കൊച്ചിനെ കൊണ്ട് എടുപ്പിക്കാം. അങ്ങോട്ട് ഇട്ട് കൊച്ചിനെ കൊണ്ട് എടുത്തു മഴ മഴ കുട്ടികൾ അതിനെ ചുറ്റിലും വന്ന് ബുദ്ധിമുട്ടായ കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് നേതാജി ക്ലബിന് അംഗങ്ങൾ ശ്രദ്ധിക്കാതെ നോക്കേണ്ടതാണ്. ഫസ്റ്റ് പ്രൈസ് ആർക്കാണെന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് അറിയാം. നമ്മുടെ ഈ ലോട്ട് മുഴുവൻ നമ്മൾ റോഡിലേക്ക് അമർത്തുകയാണ്. അതിനകത്തുനിന്ന് ഒരെണ്ണവേ എടുക്കാവുള്ളൂ. ദേവി ആരും തുറന്നു നോക്കരുത്, എന്റെ തന്നെ ഏൽപ്പിക്കണം. നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ഒന്നിളക്കിയിട്ട് മൊത്തം ഇളക്കിയിട്ട് ആർക്കും എല്ലാവരും ദേവികൾ എല്ലാവരും നടത്തിയിരുന്ന വളരെ സന്തോഷം. ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഡ്വാൻ സന്തോഷ് പുള്ളിപ്പടവരാണ്. ഫസ്റ്റ് പ്രൈസ് LED TV. ആർക്കാണ് ഇതിന് അർഹതയായിരിക്കുന്നത് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്ക് അറിയാം. നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ ന്യൂ ഇയർ ബ്ലാസ്റ്റ് 2020 ഫസ്റ്റ് പ്രൈസ് അർഹതയായിരിക്കുന്ന ആരാണെന്ന് ഏതാനും നിമിഷങ്ങൾക്ക് അറിയാം. എല്ലാവരും കൈയടിച്ചേ. ഈ മൊബൈൽ നമ്പറിലാണോ ഒന്നാം സമ്മാനം? നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ തെരഞ്ഞെടുപ്പിലെ ഒന്നാം സമ്മാനമായി TV അർഹനായിരിക്കുന്നത് ആരെന്നറിയോ? ഇവിടുണ്ടോ? ജിം നസീർ. നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒന്നാമത്തെ പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് LED TVക്ക് അർഹനായിരിക്കുന്നത് ജിം നസീർ. 7807845757. നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ ന്യൂ ഇയർ ബ്ലാസ്റ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ജിം നസീർ. ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത നേതാജി ക്ലബിനെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ദേവിതായി പോകരുത്, ചടങ്ങ് കഴിഞ്ഞില്ല. ദേവിതായി പോകരുത്. അതിന് അർഹനായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റഴിച്ച ആൾക്ക് നമ്മളൊരു പ്രോത്സാഹന സമ്മാനം പറഞ്ഞിട്ടുണ്ട്. ആ പ്രോത്സാഹന സമ്മാനം സ്മാർട്ട് ഫോൺ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിജു മുക്കുകളാണ്. ഏറ്റവും കൂടുതൽ കൂപ്പൺ ഒരു 3-4 മാസമായിട്ട് നേതാജി ക്ലബിന്റെ ഈ ന്യൂ ഇയർ ബ്ലാസ്റ്റിന്റെ നറുക്കെടുപ്പ് കാര്യങ്ങളുമായിട്ട് നടന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് കുട്ടികൾ പല രീതിയിൽ നമ്മൾ വിറ്റഴിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ എടുത്ത് നമ്മുടെ ക്ലബിനെ സഹായിച്ച ആ വ്യക്തിക്ക് ഒരു സ്മാർട്ട് ഫോൺ സ്പോൺസർ ചെയ്യുന്ന ബിജു മുക്കുകളാണ്. അപ്പൊ ആ സ്മാർട്ട് ഫോൺ അർഹനായിരിക്കുന്നത് അനീഷ ലാലിച്ചൻ ബോഡിശ്ശേരിയിൽ. എല്ലാവരും അനീഷ ലാലിച്ചൻ ബോഡിശ്ശേരിയാണ് ഏറ്റവും കൂടുതൽ ക്ലബിനെ സഹായിച്ച ഈ സ്മാർട്ട് ഫോൺ സമ്മാനമായി നേടിയിരിക്കുന്നത്. ഈ അനീഷ് ആദ്യത്തെ വിടില്ല. അനീഷ വേദിയിലേക്ക് എത്തേണ്ടതാണെന്ന് അറിയിച്ചു കൊടുത്തു. അനീഷ് ഈ സമ്മാനം കൈമാറാനായി ക്ലബ് സെക്രട്ടറിയെ ക്ഷണിച്ചു കൊടുത്തു. ആശംസാ പ്രസംഗത്തിനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ നാട്ടുകാരെ, നമ്മുടെ ക്ലബംഗങ്ങളെ, പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരെ, ക്ലബംഗങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ SI അഭിലാഷ് സാർ, പിന്നെ നമ്മുടെ അധ്യക്ഷൻ തോമസ് നാലുവരയിൽ, നമ്മുടെ സെക്രട്ടറി സനൽ കുമാർ, പിന്നെ നമ്മുടെ ഇന്ത്യൻ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോട് തന്നെയാണ്. നമ്മുടെ നറുക്കെടുപ്പിനെ ഇത്രയും നല്ലപോലെ, അതായത് ഇത്രയും ഭംഗികരമായി എല്ലാവരും വന്ന് സംബന്ധിച്ച് ഇതിനെ ഏറ്റവും ബെറ്റർ ആക്കിയ എല്ലാവർക്കും
ആശംസകൾ ഏൽപ്പിക്കുന്നു. പിന്നെ സമ്മാനങ്ങൾ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ പേരിലും ക്ലബിൻ്റെ പേരിലും നന്ദി ഏൽപ്പിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഇന്നേ ദിവസം നമ്മുടെ ഫോട്ടോ കാര്യങ്ങൾക്കായി നമുക്ക് ഫ്രീ ആയി ക്യാമറ നൽകിയിരിക്കുന്നത് നമ്മുടെ ലിബിൻ തോമസ് ആണ്. പിന്നെ ഇന്നേ ദിവസം നമുക്ക് കേക്ക് സ്പോൺസർ ചെയ്തവരെയും പിന്നെ വെള്ളം സ്പോൺസർ ചെയ്തവരെയും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു. അതുപോലെ ഇന്നത്തെ പരിപാടിക്കായി ഇവിടെ വന്നുകൂടിയ എല്ലാ ജനങ്ങളോടും സ്മാർട്ട് ടി വി മതി നമുക്കല്ലേ. ബ്ലാക്ക് സ്മാർട്ട് ടി വി നമുക്കുണ്ട്. പിന്നെ ഇത് പോട്ടാണ് തകർക്കണം വെച്ചോട്ടെ. അവരോട് പറയണം എൻ്റെ ടി വി കൊച്ചിയിൽ അങ്കിൾ കൊണ്ടുപോയേന്ന് പറയാം. TV താഴെ വീണാൽ ക്ലബിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നല്ല. TV താഴെ വീണാൽ ക്ലബിന് യാതൊരു